ഗൈസ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ട്രാവൽ വ്ളോഗാണ്. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട് സച്ചിനും കൂടിയാണ് പോകുന്നത്. അപ്പോൾ രാവിലെ ഒരു 4 മണിയൊക്കെ ആയപ്പം അവനെ കൂട്ടാൻ അവൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുകയാണ്. അപ്പം എല്ലാവരും വരുന്ന പോലെ ലേറ്റായിട്ട് വരുന്ന ഒരാളല്ല, കറക്റ്റ് സമയത്ത് തന്നെ അവൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് നല്ല മഞ്ഞുണ്ട് കേട്ടോ, ചെറിയ രീതിയിൽ മഴയൊക്കെ ഉണ്ട്. നമ്മൾ കോട്ടൊക്കെ ഇട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പം തണുപ്പൊക്കെ ആയതുകൊണ്ട് ഞങ്ങളൊന്ന് ചായ കുടിക്കാൻ വേണ്ടി നമ്മൾ സൈഡിലൊന്ന് ഒതുക്കിയതാണ്. പിന്നെ ചായ പിന്നെ നമ്മുടെ മാൻഡേറ്ററി ആണല്ലോ, എവിടെ പോയാലും ചായ നമ്മൾ കുടിക്കും. അത് അൺലിമിറ്റഡ് ആണ്. ഓരോ സ്ഥലത്ത് നിർത്തി കുടിച്ചാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ വളഞ്ഞെങ്ങാനം വാട്ടർഫാൾ എത്തിയിട്ടുണ്ട്. വളഞ്ഞെങ്ങാനം വാട്ടർഫാളിൽ ഇരുട്ടായതുകൊണ്ട് അത്രയും ക്ലിയർ അല്ല, എങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ കാണാൻ പറ്റും തോന്നുന്നു. വീണ്ടും നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. നമ്മളിതുവരെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഞാനിതുവരെ പറഞ്ഞില്ലല്ലോ അല്ലേ. നമ്മൾ മലയാളത്തിലൊരു ടൈമിൽ ട്രെൻഡ് സെറ്റർ ആയിരുന്ന 2015 പുറത്തിറങ്ങിയൊരു സിനിമയുണ്ട്. നമ്മുടെ ദുൽഖറും പാർവതിയും നായകന്മാരായ ചാർലി എന്ന സിനിമ. ചെറുപ്പക്കാരെ ഒരുപാട് യാത്ര ചെയ്യാൻ പ്രോത്സാഹിപ്പിച്ച ഒരു സിനിമയാണ് ചാർലി. ഈ ചാർലിയിലെ ചില ഭാഗങ്ങൾ ഷൂട്ട് ചെയ്ത ഒരു സ്ഥലത്തേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ഈ വഴിയെ നേരെ താഴോട്ട് വന്നിട്ട് വലത്തോട്ടുള്ള വഴിയെ പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ ആ സ്ഥലത്തേക്ക് എത്താം. ഒരു ചെറിയ ഒരു വഴിയാണ്. കുട്ടിക്കാനത്ത് നിന്ന് ഒരു 12 കിലോമീറ്ററാണ് നമുക്ക് എത്തേണ്ട ഈ സ്ഥലത്തേക്കുള്ള ദൂരം. 2 സൈഡിലും തേയിലത്തോട്ടങ്ങൾ കൊണ്ട് മനോഹരമാണ് ഈ സ്ഥലത്തേക്കുള്ള വഴി. ഏകദേശം സ്ഥലത്തോട്ട് അടുത്തെത്താറായിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നമുക്ക് ആ കാണുന്ന ആ വഴിയാണ് നമുക്ക് പോകേണ്ടത്. അപ്പം എല്ലാവരും ഗൂഗിൾ മാപ്പിൽ ടീ എസ്റ്റേറ്റ്, ലാഡ്രം ടീ എസ്റ്റേറ്റ് ചാർലി ലൊക്കേഷൻ അടിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഇവിടെ എത്താൻ സാധിക്കും. നമുക്ക് ഇവിടെ വരുമ്പോൾ ഒരു ചെറിയ ഡൗട്ട് വരും എല്ലാവർക്കും. അപ്പം ഇവിടുന്ന് ഈ ഒരു വഴിയാണ് നമുക്ക് പോകേണ്ടത്. വേറെ ആൾക്കാരും 1-2 പേരുണ്ട്. അപ്പം നമുക്ക് ഒരു ചെറിയ ഓഫ് റോഡാണെന്ന് തോന്നുന്നു. നമുക്കൊന്ന് പോയി നോക്കാം. ഇവിടെ എത്തിയപ്പോൾ ഒരു 6:30 സമയമായിട്ടുണ്ട്. അപ്പം 8 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വാച്ചറുണ്ട്. അപ്പം ഇങ്ങോട്ട് ഇതൊരു ടീ എസ്റ്റേറ്റാണ്. അപ്പം ഇങ്ങോട്ട് നമുക്ക് വണ്ടി കയറ്റാൻ സാധിക്കത്തില്ല. ഒരു നടന്ന് മാത്രം നമുക്ക് ഇങ്ങോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. അത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളിവിടുന്ന് കയറി കഴിഞ്ഞിട്ടാണ് അവിടെ കണ്ട 2 പേര് നമ്മളോട് പറഞ്ഞത്. അപ്പം ഞങ്ങൾ പെട്ടെന്നൊന്ന് കയറി ഇറങ്ങാമെന്ന് വെച്ചു. അപ്പം ഈ സമയത്ത് അവിടെ ആരും ഇല്ല. 8 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ വാച്ചർ വരും. ആ സമയത്ത് നമുക്ക് അങ്ങോട്ട് പോകാൻ സാധിക്കത്തില്ല. ബൈക്കിന് നമുക്ക് വണ്ടി അവിടെ വെച്ചിട്ട് നമുക്ക് നടന്നേ പോകാൻ സാധിക്കത്തുള്ളൂ. ഒരു ചെറിയ ഓഫ് റോഡാണ്, എന്നാലും കുഴപ്പമൊന്നുമില്ലാത്തൊരു വഴിയാണ് കേട്ടോ. നമുക്ക് ബൈക്കിന് പോകാനൊക്കെ സാധിക്കും. വഴി 2ആയിട്ട് തിരിയുന്നുണ്ട്. ഇതിൽ ഈ സിമെൻ്റ് ഇട്ട വഴിയാണ് നമുക്ക് പോകേണ്ടത്, മുകളിലേക്കല്ല. എല്ലാവരും അവിടെ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. താഴോട്ടുള്ള വഴിയെ നമുക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എത്താൻ സാധിക്കത്തുള്ളൂ. ഏകദേശം നമ്മൾ സ്ഥലത്ത് റീച്ച് ചെയ്യാറായിട്ടുണ്ട്. സ്ഥലത്തോട്ട് അടുക്കുന്നതനുസരിച്ച് ഭംഗി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം നമ്മളിത് സ്ഥലത്തിനടുത്തെത്തി. വളരെ മനോഹരമായിട്ടൊരു ലൊക്കേഷനാണ് കേട്ടോ. ഈ സ്ഥലം കാണുമ്പോൾ തന്നെ ഇത് നമുക്ക് വീഡിയോയിലൂടെ എത്ര മനോഹരമാണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം വീഡിയോ കാണുന്നതിലും ഭംഗി കണ്ണുകൾ കൊണ്ട് കാണുന്നതുകൊണ്ടാണ്. അത്രയും ഭംഗി നമുക്ക് വീഡിയോയിൽ ഒപ്പിയെടുക്കാൻ പറ്റത്തില്ല.
സിനിമയിൽ വട്ടവടയായി കാണിച്ചിരിക്കുന്ന ഈ ഭാഗമാണ്. എന്നാൽ ഇത് വട്ടവടയിലല്ല, പാമ്പനാർ അടുത്തുള്ള ലാഡ്രം ടീ എസ്റ്റേറ്റാണിത്. ഈ മരങ്ങളും രണ്ട് വശത്തായിട്ടുള്ള ഈ കുളങ്ങളുമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. മഴയില്ലാത്തപ്പോൾ ഈ രണ്ട് കുളങ്ങളിലും വെള്ളം കാണത്തില്ല. ഈ വഴിയിലെല്ലാം ഈ മരത്തിൽ നിന്ന് വീണ കിടക്കുന്ന പൂക്കൾ, അത് വളരെ ഒരു മനോഹരമാണ് കേട്ടോ ഇവിടുത്തെ കാഴ്ച. ഈ തേയില തോട്ടത്തിന് നടുക്കുള്ള ഈ രണ്ട് കുളങ്ങളും ഈ മരവും മരത്തിൽ നിന്ന് വീണ് കിടക്കുന്ന പൂവും, അതാണ് ഇവിടുത്തെ ഒരു പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്നത്. സിനിമയിൽ അവർ ഭക്ഷണം കഴിക്കുന്ന ഭാഗവും അപർണയുടെ കഥാപാത്രത്തെ വെള്ളത്തിൽ തള്ളിയിടുന്ന ഭാഗവും ഇവിടെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. സിനിമയുടെ സെക്കൻഡ് ഹാഫിലെ വലിയൊരു ശതമാനവും ഇവിടെ തന്നെയാണ് എടുത്തിരിക്കുന്നത്. കുളം നിറഞ്ഞിട്ട് ഇതിലെ വെള്ളം ഒഴുകിയാണ് ഈ കുളത്തിലേക്ക് എത്തുന്നത്. ഇവിടെ മൊത്തം ആമ്പലൊക്കെ വളർന്നിട്ടുണ്ട്. രണ്ടാമത്തെ കുളത്തിൽ ഒരുപാട് ആമ്പലൊക്കെ കാണാൻ സാധിക്കും. ആഴം നമുക്കറിയത്തില്ല, അതുകൊണ്ട് ഇറങ്ങി നോക്കുന്നില്ല. നമ്മൾ അല്ലെങ്കിലും അറിയാൻ മേലാത്ത സ്ഥലത്തിൽ ഇറങ്ങാതിരിക്കുന്നതാണ് എപ്പോഴും ബെറ്റർ. എത്ര നീന്തലറിയാവുന്ന ആളാണെങ്കിലും നമ്മളെന്തിനാ വെറുതെ റിസ്ക് എടുക്കുന്നതല്ലേ. പിന്നെ ഇവിടെ വേസ്റ്റ് സാധനങ്ങളൊന്നും ഞാനിതുവരെ കണ്ടില്ല. സാധാരണ നമ്മളെവിടെ പോയാലും സാധാരണ അവിടെ പോകുന്ന സഞ്ചാരികൾ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇടുന്നതാണ്. ഇവിടെ എന്തോ ഭാഗ്യത്തിന് ഒരുപാട് ആൾക്കാരെ എത്താത്തത് കൊണ്ടാണോ എന്നറിയില്ല, ഇതുവരെ ഇവിടെയൊന്നും കണ്ടില്ല. നമ്മളൊരിക്കലും ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടെ വേസ്റ്റുകളൊന്നും വലിച്ചെറിയാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞാലും നിങ്ങളതിടും. അത് എന്നാലും ഞാൻ വീഡിയോയിൽ പറയുകയാണ്, ഒരിക്കലും നമ്മൾ പോകുന്ന സ്ഥലത്ത് വേസ്റ്റോ കാര്യങ്ങളൊന്നും വലിച്ചിടരുത്. നമ്മൾ ആ സ്ഥലം കണ്ട് ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, എന്നിട്ട് നേരെ തിരിച്ചു പോരുക. ഒരിക്കലും അത് ആൾക്കാരും ഒരിക്കലും അങ്ങനെ ചെയ്യാറില്ലത്. ഒരു 7:15 ആയിട്ടുണ്ട്. നമുക്കെന്നാൽ നമ്മുടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അടുത്തൊരു ലൊക്കേഷനുമായിട്ട് അടുത്ത വെള്ളിയാഴ്ച പുതിയ വീഡിയോ വരുന്നതായിരിക്കും. അതുവരെ ടാറ്റാ, ബൈ ബൈ.